ഹലോ മക്കളെ, +1 ഫിസിക്സിൻ്റെ പരീക്ഷ ഇപ്പം 22-ാം തീയതി വരാൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് നിങ്ങൾക്കിപ്പം കെമിസ്ട്രിയുടെ പരീക്ഷയാണ്, +1 കെമിസ്ട്രിയുടെ പരീക്ഷയാണ് ഇനി 15-ാം തീയതി വരാൻ പോകുന്നത്. നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എന്നുള്ളത് മിസ്സിന് അറിയാം. പക്ഷേ കുറച്ച് പേരെങ്കിലും ഫിസിക്സിൻ്റെ മാർക്ക് വെയിറ്റേജ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പം ജസ്റ്റ് ഒരു മാർക്കിൻ്റെ വെയിറ്റേജിനെ പറ്റി സംസാരിക്കാനും അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഫിസിക്സ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ +2 ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ചർച്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ പരീക്ഷ എന്താവുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഒരുപാട് പേർക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ മാക്സിമം ചെയ്യുക, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലേ? നമ്മൾ ഇതിപ്പോൾ എന്തായാലും എല്ലാവർക്കും ടഫാണ്, എല്ലാ പേപ്പറും ടഫാണ്, ഞങ്ങളും ടഫാവും, അതുകൊണ്ട് അത്രയൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ള ചിന്ത മാറ്റി വെക്കുക. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇത്രയും നാളും കണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും പ്രിപ്പയർഡ് ആവുക. അതുപോലെ തന്നെ +2 മക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇത്രയും പ്രശ്നങ്ങളായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം. മാത്സ് നിങ്ങൾ നന്നായി പഠിച്ചോളുക. അതും ഇനിയിപ്പോൾ ടഫ് ആവുകയാണെങ്കിൽ പോട്ടെ, ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാമല്ലോ. എന്താണ് ഇനിയിപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, അപ്പോൾ +1 കെമിസ്ട്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 22-ാം തീയതി ഉള്ളൂ ഫിസിക്സ്. നല്ല സമയമുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് മാത്സിനൊരു 3 ദിവസമേ ഉള്ളൂ എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ ബയോളജി എടുത്ത കുട്ടികൾക്കാണ് വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം 15-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി ബയോളജി, ആകെ ഒരു ദിവസം കഴിഞ്ഞാൽ ഫിസിക്സ്, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ മാത്സ്. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും, അതായത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഒരുപോലെ പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ബയോളജി എടുത്ത കുട്ടികളുള്ളത്, അല്ലേ? ഓക്കെ, അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞ് എങ്ങനെയാണ് അത് നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ളത് മിസ്സ് 15-ാം തീയതി ആയപ്പോഴേക്കും ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കി തരാം. ഇപ്പം മിസ്സ് വന്നിട്ടുള്ളത് നമ്മുടെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ +2 ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാനുള്ള സമയമില്ല എങ്കിൽ, മിസ് എടുത്ത് പറയുന്നത് +2കാരോടാണ്, എല്ലാ ചാപ്റ്ററും പഠിച്ചു തീർക്കാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമ്മൾ +2 പറയുമല്ലോ 6 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളതൊക്കെ, അതുപോലെ അതെങ്കിലും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. +1 കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുകയും വേണം. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തീർച്ചയായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നാളും 2020 മുതലുള്ള ചോദ്യപേപ്പർ ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഡിലീറ്റഡ് ടോപ്പിക്സ് വന്നത് അതിന് ശേഷമാണല്ലോ. പക്ഷേ ഇപ്പോൾ +2കാർക്ക് വേണ്ടി 2017 മുതലുള്ളത് ചെയ്തിരുന്നു. പക്ഷേ +1 ഫിസിക്സ് 2010 മുതലുള്ള ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ. 2010 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി വരിക എന്നുള്ളത്. സോ നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് വെയിറ്റേജിലേക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ 5 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാം ഡയമെൻഷണൽ ഫോമിലേക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പം മിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്നും ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, അത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ 7 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അതിനകത്ത് ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെയാണ് പഠിക്കാനുള്ളത്. മോഷൻ ഇൻ എ പ്ലെയിൻ 8 മാർക്സ് ആണ്. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ പിന്നെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, കുറേയൊക്കെ. നെക്സ്റ്റ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിലും ഇതുപോലെ തന്നെ 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, 2nd, 3rd, 4th നിർബന്ധമായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ എന്തായാലും ഡയമെൻഷണൽ ഫോമുല കുറേ ചെയ്ത് അത് പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 4 പാഠമായി അല്ലേ. ഇനി വർക്ക് എനർജി പവറിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അവിടെ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസും ഒക്കെ നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞ് റൊട്ടേഷണൽ മോഷൻ വലിയ ചാപ്റ്റർ ആയിരുന്നു, അത് പക്ഷേ ഒരുപാട് ഷോർട്ടാക്കി ഡിലീറ്റ് ചെയ്തിട്ട് വെറും 4 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ റൊട്ടേഷണൽ മോഷനിൽ വരുന്നുള്ളൂ. അതിൽ നിന്നും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസ് ഉണ്ട് റൊട്ടേഷണൽ മോഷനിലും. ന്യൂമറിക്കൽസും അതിനകത്ത് നിന്ന് ചോദിക്കാറുള്ള ഡെറിവേഷൻസും നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ഒരു കാരണവശാലും ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ 7 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉള്ളൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ, അത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് സോളിഡ്സ് വെറും 3 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതിൽ നിന്നും എപ്പോഴും ചോദിക്കാറുള്ള, അല്ലെങ്കിൽ എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് മാത്രം പഠിച്ചാൽ തന്നെ സോളിഡ്സ് കംപ്ലീറ്റ് ആയി. ഫ്ലൂയിഡ്സ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്.
ഫ്ലൂയിഡ്സ്. അപ്പം നമ്മൾ നോക്കൂ, ആദ്യത്തെ 4 ചാപ്റ്റർ പഠിച്ചു, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, സ്ട്രേറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, പിന്നെ ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കണം. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കുറച്ച് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഒന്നും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് എടുത്ത് പറയുന്നത് കേട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ് 4 മാർക്സേ ഉള്ളൂ. എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള മിസ് പറഞ്ഞുതരും. തെർമോഡൈനാമിക്സ് 5 മാർക്സേ ഉള്ളൂ. കൈനറ്റിക് തിയറി 3 മാർക്സ്, ഓസിലേഷൻസ് 4 മാർക്ക്, വേവ്സും 4 മാർക്ക്. പക്ഷേ ഇതിനകത്ത് നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ന്യൂമറിക്കൽസ്, ഡെറിവേഷൻസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ ചെയ്തിരിക്കും. മിസ് ഈ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാര്യം മിസ്സിനറിയാം, നിങ്ങൾ ഒത്തിരി പേര് കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കണ്ടാലും മതി. മിസ് എന്താണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട്സ് ഇനിയും കിട്ടാത്തവർ, മിസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് പോലെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം മിസ് പറഞ്ഞത്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് പോലും അറിയാത്ത ഒത്തിരി മക്കളുണ്ടെന്ന് അറിയാം മിസ്സിന്. 14 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. 14 ചാപ്റ്റേഴ്സിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. യെസ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് വേണ്ടത് നല്ല ഒരു നോട്ടാണ്. ആ നോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും, ഇപ്പം ഞാൻ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഈ +2ൻ്റെ ഇഷ്യൂസ് വന്ന പല വീഡിയോസിൻ്റെ താഴെ ഞാൻ ഓരോ കുട്ടികളുടെയും കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്, പല ചാനലുകളിലും വന്നത്. അതിനകത്തൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ചെറിയൊരു പ്രിൻ്റഡ് നോട്ടായിട്ട് തന്നു, അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിനകത്തു നിന്നും വെറും പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് തന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതൊന്നും മിസ്സിന് അറിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഫിസിക്സ് എന്നല്ല ഏത് സബ്ജക്റ്റും നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നും എടുത്ത് സെലക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇനി ഇങ്ങനെയുള്ളൊരു ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അത് കഴിയില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഫുൾ കണ്ടൻറ്റ് കവർ ചെയ്യുന്ന നോട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള നോട്ടാണ് മിസ് ടെലഗ്രാമിൽ +1 ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ മിസ് ആ നോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നോട്ട്സ് വേണ്ടവർക്ക് ആ ടെലഗ്രാമിൻ്റെ ലിങ്ക് മിസ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട്സ് കിട്ടും. ഇനി അതിനകത്ത് ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ അങ്ങനെയുള്ള നോട്ട്സും ഇട്ടിട്ടുണ്ട്. ഇനി ലോങ് ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ അതും മിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ്, ഓക്കെ, ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടിയിരിക്കും. ഇനി ടെലഗ്രാം ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് മിസ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. അതിനകത്തും ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മിസ്സിൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ. അപ്പം നമ്മളിനി ഞാൻ മിസ് ആദ്യം പറഞ്ഞതുപോലെ നമ്മളിനി എന്തും ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോട്ട്സ് കിട്ടി, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, മാർക്സ് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ മനസ്സിലായല്ലേ. ഇനി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? മിസ് എപ്പോഴും പറയും, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്ത് വേണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ അവസാനമാണോ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ മതി, ഇനിയുള്ള സമയമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതിപ്പോൾ ഓൺലൈൻ ചാനലാണെങ്കിൽ അങ്ങനെ, ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിക്കാതെ നല്ല രീതിയിൽ പഠിച്ചിട്ട്, ഇനിയിപ്പോൾ ഫുൾ ഡെപ്തിൽ നമുക്ക് കണ്ടൻറ്റ് കവർ ചെയ്യാനുള്ള സമയം കുറവായിരിക്കാം, എന്നാലും ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് പഠിക്കുക. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 ചോദ്യപേപ്പറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഡെറിവേഷൻസ് ഒക്കെ നമുക്കറിയാം, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, ഇതൊക്കെ നമ്മളിനി അടുത്തടുത്ത വീഡിയോസ് അതാണ് കേട്ടോ. ഓരോ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഡെറിവേഷൻസും ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാം ഇങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോ ചാപ്റ്ററിൽ വയസ്സിൽ നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കുക. അങ്ങനെ ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ വേണം തുടങ്ങാനായിട്ട്. കണ്ടോ ഏതൊക്കെയാണ്? ആദ്യത്തെ 4 ചാപ്റ്റർ, പിന്നെ ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പഠിച്ച് തീർത്ത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകാനായിട്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്തായി ഒരു കോൺഫിഡൻസ് വന്നു അല്ലേ? ഇത്രയും ചാപ്റ്റേഴ്സിൽ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ചെറിയ ചെറിയ വെയിറ്റേജ് ഉള്ളതാണല്ലോ, അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് തന്നെ +2 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് കേട്ടോ.